സ്വർഗത്തിലേക്കൊന്ന് കടന്നു പോകാൻ പടച്ച റബ്ബിന്റെ മുന്നിൽ പേടിച്ച് വിറച്ചുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോ പടച്ചവന് വിചാരണയ്ക്ക് വേണ്ടി നിന്നെ മുന്നിലേക്ക് വിളിച്ചിട്ട് നിന്റെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ മുഴുവനും അള്ളാഹു എടുത്ത് നിന്റെ കയ്യിലേക്ക് തരികയാണ്. വലത് ചുമലിലിരിക്കുന്ന മലക്കെഴുതി വെച്ചത്, ഇടത് ചുമലിലിരിക്കുന്ന മലക്കെഴുതി വെച്ചത്, ആ നന്മ തിന്മ എഴുതിയ കിതാബ് നിന്റെ കയ്യിലേക്ക് എടുത്ത് തരികയാണ്. പടച്ചവനെ തുറന്നങ്ങ് നോക്കുകയാണ്. പ്രായപൂർത്തിയായ കാലം മുതൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ നീയും ഞാനും ചെയ്തു പോയ സർവ്വ കാര്യങ്ങള് മലക്കുകൾ അതിനകത്ത് ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്. ആ കിതാബ് കാണുമ്പോ, ആ കിതാബിന്റെ കയ്യിലേക്ക് തരുമ്പോ പടച്ചവനെ 18 വയസ്സ് മുതൽ ഞാൻ മരിക്കുന്നത് വരെ, ഇന്ന് മരിച്ചാൽ ഇന്ന് വരെ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തത് മുഴുവനും ഇങ്ങനെ ഓരോ പേജുകളായി ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കുകയാണ്. ഒരെണ്ണം പോലും അതിനകത്ത് നിന്ന് വിട്ടുപോയിട്ടില്ല. അവിടെ വെച്ച് ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അവിടെന്ന് ചോദിക്കുകയാ, മാഹാദിഹിൽ കിതാബ്, അല്ലാഹുവോട് ചോദിക്കുകയാണ്, പടച്ചവനെ ഇതെന്ത് കിതാബാണ് തമ്പുരാന്, ഇതെന്ത് കിതാബാണ് പടച്ചവനെ? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഒന്നും പോയിട്ടില്ലല്ലോ അല്ലാ. ഇതെന്ത് കിതാബാണ് പടച്ചവനെ? ഞാൻ ചെയ്തത് മുഴുവനും ബെഡ്റൂമിനകത്തിരുന്ന് ചെയ്തത്, റൂമിന്റെ അകത്തിരുന്ന് ചെയ്തത്, ബാത്റൂമിനകത്തിരുന്ന് ചെയ്തത്, കഥകടച്ചിട്ട് മൊബൈലിലൂടെ ഞാൻ കണ്ടത്, പടച്ചവനെ ആരും അറിയില്ലെന്ന് ഞാൻ രഹസ്യമായി കൊണ്ടു നടന്ന സർവ്വ കാര്യങ്ങളും ഇതിനകത്തുണ്ടല്ലോ തമ്പുരാന്. അല്ലാഹുവേ ഇതെന്ത് കിതാബാണ് പടച്ചവര് എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിന്ന് കരയുമ്പോ അല്ലാഹു പറയുന്നു, സിറാജ് നിന്റെ കയ്യിൽ നന്മയൊന്നുമില്ല, പക്ഷേ നീ ഒരുപാട് സൽക്കർമ്മങ്ങള് യതീമീങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, പള്ളികൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി ഒരുപാട് നീ ചെയ്തവനാണല്ലോ. അതുകൊണ്ട് അതിന് പകരം അല്ലാഹു എനിക്ക് സ്വർഗം തരുമെന്ന് കരുതി അല്ലാഹു എന്നെ സ്വർഗത്തിലേക്ക് കടത്തി വിടുമ്പോ എന്റെ കുടുംബത്തിലെ 5 പെണ്ണുങ്ങളുണ്ടല്ലോ, എന്നെ സ്വർഗത്തിലേക്ക് പോകുന്നതിനെ തടയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ നമ്മൾ സ്വർഗത്തിലേക്ക് അവിടെ ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കും, നമസ്കാരം ഒന്നും ഇല്ലല്ലോടാ സിറാജെ, ഒന്നും ഇല്ലല്ലോടാ, ഒരുപാട് സദഖയൊന്നും ഇല്ലല്ലോ, ജീവിതത്തിൽ എല്ലാം പോരായ്മയല്ലേ? എല്ലാം അങ്ങനെ പടച്ചോനെ, ഞാൻ പാവപ്പെട്ടവനാ അല്ലാ, പെട്ടുപോയി തമ്പുരാനെ എന്റെ കയ്യിൽ. അവസാനം അള്ളാഹുവിന്റെ കരുണ കാരണം അല്ല പറയാ, പൊക്കോ നീ എന്ന് പറഞ്ഞിട്ട് എന്നെ സ്വർഗത്തിലേക്ക് കടത്തിവിടുമ്പോ, ഓരോ മനുഷ്യനും സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ ചില ആണുങ്ങളെ കുടുംബത്തിലെ 5 പെണ്ണുങ്ങൾ വന്ന് കയ്യെ പിടിച്ചിട്ട് പറയും, അല്ലാ ഇവന് നീ സ്വർഗം കൊടുക്കല്ലേ എന്ന് റബ്ബിനോട് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ വെറുതെ പറയും പാമ്പ് കടിച്ചവന്റെ തലയിൽ ഇടിവെട്ടിയെന്ന്, അതുപോലെ അവസ്ഥ. എങ്ങനെയെങ്കിലും ഒന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ നമ്മുടെ കയ്യെ പിടിച്ചിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകണ, ഇവന് നരകം കൊടുക്കണേ എന്ന് പറയുന്ന 5 പെണ്ണുങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്. അവരാരാണെന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടവാളിയാരാ? ഒരുപാട് അമലുകളുമായി കടന്നു വരും. അവന്റെ അമലുകൾ മുഴുവനും അവന്റെ കുടുംബം തിന്നും എന്ന് പറഞ്ഞാൽ അവന്റെ ഭാര്യയും മക്കളും, അവന്റെ ഭാര്യയും മക്കളും അവന്റെ അമലുകൾ മുഴുവനും നശിപ്പിച്ചു കളയും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നു, താടിയുള്ളവരും തഴമ്പുള്ളവരും ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മം ചെയ്ത മനുഷ്യനായിരിക്കാം. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, യതി സമാനുൻ അലാ ഉമ്മതി യകൂനു ഫീഹി ഹലാകുൻ അർജു അലാ യദി സൗജിഹി വവലദിഹി. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരും, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരും, അന്നത്തെ മനുഷ്യന്മാര് അവന്റെ ഭാര്യയും അവന്റെ മക്കളും നശിപ്പിച്ച് കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക് എത്രയോ സത്യമാണ്. മുത്തുനബിയല്ലേ പറഞ്ഞത്, ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ എന്റെ ഉമ്മത്തിലെ ചിലര് അവന്റെ ഭാര്യയും അവന്റെ മക്കളും അവനെ നശിപ്പിച്ച് കളയുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിലെ മനുഷ്യന് നല്ലവനായിരിക്കും, ചിലപ്പോ താടി ഉണ്ടാകാം,
തഴമ്പുണ്ടാകാം, എന്നെ പോലെ വയലു പറയുന്ന ആളായിരിക്കാം, ഉസ്താദായിരിക്കാം, പക്ഷേ അവന്റെ ഭാര്യയും മക്കളും അവനെ നശിപ്പിച്ചു കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഓരോ മനുഷ്യനും അവനവന്റെ കുടുംബജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി, ഇല്ലേ? പല തെറ്റുകൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെണ്ണുങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല, എന്റെ സഹോദരിമാരെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. ആണുങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നത് പെണ്ണുങ്ങളാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ഇബ്ലീസ് എന്നിട്ട് പറഞ്ഞു, ഈ കാണുന്ന പഴം കഴിക്ക്. ആദം നബി പറഞ്ഞു, നീ നിന്റെ പണി നോക്കണം. ആദം നബി പറഞ്ഞത് നിന്റെ പണി നോക്കി. ഇബ്ലീസിന് മനസ്സിലായി ആദം നബിയുടെ കൂടെ നടന്നിട്ട് കാര്യമില്ല. പിന്നെ ആദം നബിയെ ചാക്കിലാക്കണമെങ്കിൽ ആരെ പിടിക്കണം? ആദം നബി ഹവ്വാ റളിയല്ലാഹു തആല ഹവ്വാന്റെ അടുത്ത് പോയി. ഹവ്വാ റളിയല്ലാഹു തആലയുടെ അടുത്ത് പോയി. അവിടെ നിന്നാണ് എന്റെ പ്രിയപ്പെട്ടവരെ അവസാനം ആദം നബി ഈ പഴം കഴിക്കാൻ, ഈ പഴം പറിച്ചു കൊടുക്കാൻ തയ്യാറായത്. ആരുടെ പ്രേരണ കാരണമാണ്? പറ, ആരുടെ പ്രേരണ കാരണം? നീ ലോൺ എടുത്തത് ആരുടെ പ്രേരണ കാരണം? നിന്റെ സ്വന്തം തീരുമാനം കാരണം? നമ്മൾ പലരും ലോൺ എടുക്കാനുള്ള കാരണം ആരാ? നമ്മളാണോ? നമ്മുടെ ഭാര്യ. പലിശയ്ക്ക് എടുക്കാൻ കാരണം നമ്മുടെ ഭാര്യ. സ്വർണം കൊണ്ട് പണയം വെക്കാൻ കാരണം നമ്മുടെ ഭാര്യ. നിന്റെ ഇബാദത്തുകൾ മുടക്കാൻ, നിന്റെ പല സൽക്കർമ്മങ്ങളും മുടക്കാൻ കാരണമാരാ? നമ്മുടെ ഭാര്യ. പല പെണ്ണുങ്ങൾ, എല്ലാവരും ഇല്ല, ചില പെണ്ണുങ്ങൾ, ചില മക്കൾ. അപ്പ വലിയ ആളാ, നിസ്കാര തഴമ്പും എല്ലാം ഉള്ള ആളാ, പക്ഷെ മോന്റെ സ്വഭാവം കണ്ടിട്ടുണ്ടോ? മക്കളുടെ സ്വഭാവം കണ്ടിട്ടുണ്ടോ? 2-3 ഹജ്ജ് ചെയ്ത ഹാജിയാര് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ് അങ്ങനെ ഒരു കാലഘട്ടം വരും, പള്ളിയുടെ മുന്നിലൊക്കെ വലിയ വലിയ വണ്ടി വന്നിറങ്ങും. കണ്ടിട്ടുണ്ടോ? താടിക്ക് നീളം അല്ലാഹു ജുബ്ബയൊക്കെ ഉണ്ടാകും. പുറകിലിറങ്ങുന്ന ഭാര്യ മക്കളുടെ അവസ്ഥ കണ്ടിട്ടുണ്ടോ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞു, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, അവര് കാരണം നാളെ നമ്മൾ നരകത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് മക്കളും ഭാര്യയും നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അമാനത്ത്. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ അറഫ പ്രഭാഷണത്തിൽ, അവസാന പ്രഭാഷണത്തിൽ സ്വഹാബത്തിനോട്, ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബത്തിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, സ്വഹാബ ഇത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങൾ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ, നിങ്ങളുടെ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം. പെണ്ണുങ്ങളും നിങ്ങളുടെ മക്കളും അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അമാനത്ത. നാളെ അള്ളാഹുവിന്റെ മുന്നിൽ അതിനെക്കുറിച്ച് വിചാരണയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഫസമ്മാഹു മുഹമ്മദൻ ഹുബ്ബിലീ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഏതെങ്കിലും ഒരു മകൻ അള്ളാഹു ഒരു ആൺകുട്ടിയെ കൊടുത്തു, ഏതെങ്കിലും ഒരു മനുഷ്യന് അള്ളാഹു ഒരു ആൺകുഞ്ഞിനെ കൊടുത്തു, ആ ആൺകുഞ്ഞിന് എന്നോടുള്ള മഹബത്തിന്റെ പേരിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉള്ള സ്നേഹത്തിന്റെ പേരിൽ, ഫഇന്നഹു ഹുവ മൗലൂദുഹും ഫിൽ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫിൽ ജന്ന, ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്നോടുള്ള മഹബത്തിന്റെ പേരിൽ തന്റെ മകന് മുഹമ്മദ് എന്ന് പേരിട്ടാൽ ആ മാതാപിതാക്കളും അവനും നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനോടുള്ള മഹബത്തിന്റെ പേരിൽ എത്ര പേരാപ്പ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടിട്ടുള്ളതെന്ന് കൈപൊക്കിക്കെ. എല്ലാരും മുഹമ്മദിനോട്, ഇപ്പൊ സത്യത്തിൽ മഹാന്മാര് പറയുന്നു മുഹമ്മദ് അതെന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അവിടൊക്കെ മക്കളുടെ പേരുണ്ടാ? നബിയോടുള്ള മഹബത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു പിതാവ്, ഒരു ഉമ്മയോ ഒരു വാപ്പയോ പിതാവ് പേരിടേണ്ടത് വാപ്പയുടെ കടമയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിലെ ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് പറയും, ഉസ്താദേ മോൻ ഭയങ്കര കുരുത്തക്കേടാ ഉസ്താദെ. ഇപ്പൊ ഇവിടുത്തെ ചെറുപ്പക്കാരുടെ കാര്യം തന്നെ നിങ്ങൾ ചിന്തിക്ക്. ഈ പറയുന്ന ഈ മോശമായ രീതിയിൽ നടക്കുന്ന, പള്ളിയും പട്ടവും ഇല്ലാതെ നടക്കുന്ന ചോദിച്ചാ പറയും, ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളോട് പറയും, ഉസ്താദ് ഒന്ന് നന്നാക്ക്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ ഒരു വാപ്പ തന്റെ മകന്റെ കൈ പിടിച്ചു വലിച്ചിഴച്ചു കൊണ്ടുവന്നു. മഹാനായ അബൂ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, തങ്ങളെ അമീറുൽ മുഅ്മിനീൻ, ഇവൻ ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, എന്നെ ബഹുമാനിക്കുന്നില്ല, എന്നെ ആദരിക്കുന്നില്ല, ഒന്ന് ഉപദേശിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ മകനെ ഉപദേശിച്ചു, മോനെ
മോനെ നിന്റെ വാപ്പയോട് നിനക്ക് കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. നീ ബഹുമാനിക്കണം, ആദരിക്കണം. നിന്റെ വാപ്പ സ്വർഗത്തിന്റെ മധ്യ കവാടമാണ്. നിന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിൽ ആ സ്വർഗം കിടക്കുന്നത്. ഇവരെ ആദരിച്ചാലേ നിനക്ക് സ്വർഗമുള്ളൂ. ഇവരുടെ വാക്ക് നിനക്ക് എന്തെങ്കിലും എതിരായ പോയാൽ നിനക്ക് രക്ഷയില്ല. ആ കുട്ടിയോടെല്ലാം പറഞ്ഞു കൊടുത്തു. ആ പൊന്നുമോനെല്ലാം മിണ്ടാതെ നിന്ന് കേൾക്ക. എന്ത് നല്ല അനുസരണയുള്ള കുട്ടി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നി, ഇത്രയും അനുസരണയുള്ള കുട്ടിയോ. എല്ലാ ഉപദേശവും അവിടെ നിന്ന് കേട്ടു. അവസാനം പാപ്പ വിചാരിച്ചു എന്റെ മോൻ നന്നായി, അൽഹംദുലില്ലാ, പോകാമെന്ന് പറഞ്ഞ് പിരിയുമ്പോ ആ മകൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ഖലീഫ, ഇത്രയും നേരം വഅദ് പറഞ്ഞത് എന്റെ ഉപ്പാനോട് എനിക്കുള്ള കടമയെ കുറിച്ചാണ്, എന്റെ മാതാപിതാക്കളോട് എനിക്കുള്ള കടമകളെ കുറിച്ചാണ് അങ്ങ് ഇത്രയും നേരം പറഞ്ഞത്. ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരു സംശയം ചോദിച്ചു കൊള്ളട്ടെ, എന്റെ വാപ്പായിക്ക് എന്റെ അടുത്ത് വല്ല കടമയുണ്ടോ? വല്ലാത്ത ചോദ്യം. എന്റെ വാപ്പായിക്ക് എന്റെ അടുത്ത് വല്ല കടമയുമുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മോനെ, നിന്റെ വാപ്പായിക്കും ചില കടമകളുണ്ട്. 3 കടമകളാ പറഞ്ഞു കൊടുത്തേ. 3 കടമകളാണ് പറഞ്ഞു കൊടുത്തത്. ഒന്നാമത്തെ കടമ, നിനക്ക് നല്ല ഒരു ഉമ്മാനെ തരണം. ഒരു വാപ്പാടെ കടമയാണ്. ഒരു വാപ്പ മക്കളോട് ചെയ്യേണ്ട കടമകളിൽ ഒന്നാമത്തെ കടമ, അവന് നല്ല ഒരു ഉമ്മാനെ കൊടുക്കണം. ദീനീ ബോധമുള്ള, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെ വേണം അവന് ഉമ്മയായിട്ട് കൊടുക്കാൻ. 2, മക്കൾക്ക് നല്ല. ഈ പറഞ്ഞ 3 കാര്യവും എന്റെ വാപ്പ പാലിച്ചിട്ടില്ല. ഒന്നാമതായിട്ട് പറഞ്ഞു, ഒരു അള്ളാഹുവിനെ ഭയമുള്ള സ്വാലിഹത്തായ ഒരു ഈമാനുള്ള പെണ്ണിനെ വേണം ഉമ്മയായിട്ട് കൊടുക്കാൻ. ഓൻ പറയാ, എന്റെ പേരിടണം, എന്റെ പേര് ജ്വാല, കരിവണ്ടെന്നാ എന്റെ പേര്, എന്റെ വാപ്പയിട്ടിരിക്കുന്ന പേര്. ഇല്ലേ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളുടെ മക്കളുടെ പേരിന്റെ അർത്ഥം ഇന്നവരെ അന്വേഷിച്ചിട്ടുണ്ടാ? മക്കൾക്ക് പേരിടുമല്ലോ, മക്കൾക്ക് പേരിടും. എന്നാ പേരിന്റെ അർത്ഥം എന്താ നിങ്ങൾ ആരെങ്കിലും ഇന്നുവരെ ചിന്തിച്ചിട്ടുണ്ടോ? പേരെന്താ? അതും പേരങ്ങ് പറയും. അർത്ഥം എന്താ? സുബ്ഹാനല്ലാഹ്, അത് ഉസ്താദ് പറയണം. മക്കൾക്കിട്ടിരിക്കുന്ന പേര് അതാ പറഞ്ഞത്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനോടുള്ള മഹബത്തിന്റെ പേരിൽ മുഹമ്മദ് എന്ന പേരിടണം. സഹോദര, നീ ചിന്തിക്ക്. വാഴ വെച്ചു, വീടിന്റെ മുന്നിൽ ഒരു വാഴ വെച്ചു. വാഴ കുലച്ച് ചെറുതായിട്ട്, വാഴയ്ക്ക് കൂമ്പ് വന്നു, ചെറുതായിട്ടൊന്ന് കുലച്ചു. അപ്പൊ വലിയ കൊല കിട്ടാൻ വേണ്ടി അതിന്റെ ചുവട്ടി കൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് കാര്യമുണ്ടോ? പറ. നിങ്ങൾ എന്തേ വെടിയുണ്ടതുപോലെ ഇരിക്കണം, പറ. ഈ പള്ളിയുടെ മുന്നിൽ ഷാജിക്ക് ഒരു വാഴ വെച്ചു. വാഴ വെച്ചിട്ട് ഒരു വാഴ കൊണ്ട് വെച്ചു, അതങ്ങോട്ട് കൊലയ്ക്കാൻ തുടങ്ങി. കൂമ്പൊക്കെ വന്നങ്ങോട്ട് കൊലയ്ക്കാൻ തുടങ്ങിയപ്പോ സെക്രട്ടറിയും പ്രസിഡന്റും കൂടെ വളം കൊണ്ടിടുന്നു, ചാണാൻ കൊണ്ടിടുന്നു, എന്തൊക്കെ ഇടുന്നു, വെള്ളം ഒഴിക്കുന്നു. ആ കൊല കട്ടിയാവുക? എന്തേ കട്ടിയാവാത്തെ? എന്തേ കട്ടിയാവാത്തെ? വളമിടുന്നില്ലേ? വാഴയ്ക്ക് നല്ല വിളമിടുന്നുണ്ട്, വെള്ളം ഒഴിക്കുന്നുണ്ട്, 2 പേരും രാവും പകലും വന്ന് നോക്കിയിരിക്കുന്നുണ്ട്. റെഡിയാവോ? എന്താ റെഡിയാവാത്തെ? വളം കൊടുക്കേണ്ട സമയത്തല്ലുപ്പ, അതിനു മുമ്പേ ചിന്തിക്കണം. അഭിമാതരുമാറാകട്ടെ. ഉസ്താദെ, മക്കള് അല്ലേ? എന്താ ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു തരാം. എങ്കിൽ ഒരു യഥാർത്ഥ കർഷകൻ എങ്ങനെ ആയിരിക്കണം? ആദ്യം ഷാജിക്ക ചിന്തിക്കണം, ഈ പള്ളിയുടെ മുന്നിൽ ഞാനൊരു വാഴ വെച്ചാൽ നല്ലതുപോലെ കൊലയ്ക്കുവോ, അതിന് പറ്റിയ മണ്ണാണോ എന്ന് നോക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആദ്യം അതല്ലേ നോക്കണ്ടേ? നിങ്ങൾ പറ, ആദ്യം അതല്ലേ നോക്കണ്ടേ? ഞാൻ ഇവിടെ ഒരു വാഴ വെച്ചാൽ ആ വാഴ കൊലയ്ക്കുവോ? യഥാർത്ഥത്തിൽ നല്ല മണ്ണിൽ വെച്ചാലേ, കൃഷിക്ക് വളവുള്ള നല്ല കൂറുള്ള മണ്ണിൽ വെച്ചാലല്ലേ. നിങ്ങളല്ലേ ഇപ്പൊ പച്ചക്കറിക്കാരൻ, പറയപ്പാ. ഉണ്ടേ? ചുമ്മാതെ ഇവിടെ ഒരു വാഴ വെച്ചാൽ കിളിക്കോ? കിളിക്കൂല. കാരണം എന്താ? കിളിക്കും, പക്ഷെ വലിയ ഗുണമൊന്നും ഉണ്ടാവത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു യഥാർത്ഥ കർഷകൻ ആദ്യം ഭൂമി നോക്കണം, ഇത് കൊള്ളാവോന്ന്. അപ്പൊ അൽഹംദുലില്ലാ കൊള്ളാം. അപ്പൊ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാ, ഒരു നല്ല മണ്ണായി, അവിടെ ഒരു വിത്തിട്ടു, അതിന് വളവിട്ടു. അൽഹംദുലില്ലാ, അത് കൊലയായി കഴിഞ്ഞാൽ പിന്നെ വളവിട്ടില്ലെങ്കിൽ അത് ക്ലിയർ ആയിക്കൊള്ളും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് മനസ്സിലായോ? വാഴയല്ല, ഞാൻ വാഴയല്ല പറഞ്ഞത്. ഉസ്താദെ, 18 വയസ്സുള്ള എന്റെ മോനെ നിരയാക്കെന്ന് പറയുന്ന വാപ്പ, അത് ഇപ്പോഴല്ല നീ ചിന്തിക്കണ്ടേ. നീ അത് ഇപ്പോഴല്ല ചിന്തിക്കേണ്ടത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, നീ നേരത്തെ ചിന്തിക്കണം. നിന്റെ മക്കളെ നേരെയാക്കണമെങ്കിൽ, സ്വാലിഹായ സന്താനത്തിനെ കിട്ടണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നിനക്കതിന് കഴിയില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിസാഉകും ഹറുസുൽ ലക്കും, നിന്റെ ഭാര്യ നിന്റെ കൃഷിയിടമാണ്. നിന്റെ ഭാര്യ നിന്റെ കൃഷിയിടമാണ്. അതുകൊണ്ട് നിന്റെ കൃഷിയിടമായ നിന്റെ ഭാര്യ നീ
തെരഞ്ഞെടുക്കുമ്പോ ഏതെങ്കിലും ഒരു പെണ്ണിനെ തെരഞ്ഞെടുത്താ പോരാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തുൻകഹുൽ മർഅതു ലിഅർബഇൻ വലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫളഫറു ബിദാത്തിദ്ദീൻ. ദീനുള്ള പെണ്ണിനെ തെരഞ്ഞെടുക്കണം. 5 നേരം നിസ്കരിക്കുന്ന, പടച്ചറപ്പിനെ പേടിയുള്ള, പടച്ചവനെ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെ വേണം നീ തെരഞ്ഞെടുക്കാൻ. ആ പെണ്ണിന്റെ വയറ്റിലെ നല്ല മക്കളു പിറക്കൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറഞ്ഞത്, പെണ്ണിനെ നിൽക്കുമ്പോ നീ എന്ത് ചെയ്യണം? ദീനുള്ള പെണ്ണിനെ തെരഞ്ഞെടുക്കണം. പണവും സൗന്ദര്യം എല്ലാം വേണം, അതൊക്കെ വേണം. പക്ഷെ നീ മുൻഗണന കൊടുക്കേണ്ടത് ദീനിനാ. അപ്പൊ ദീനുള്ള ഒരു പെണ്ണിനെ നീ വിവാഹം കഴിച്ചു, അൽഹംദുലില്ലാ കഴിച്ചു. അത് പിന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ദുആ ചെയ്യണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, എന്നിട്ട് വേണം. അപ്പൊ അങ്ങനെ വരുമ്പോ ആ മക്കൾ നേരെയാകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് നമ്മൾ ഈ മാസം നമ്മൾ റബീഉൽ ആഖിറിലേക്ക് കടന്നു. ഈ മാസം ഒരു മഹാനായ ഖുതുബുൽ അഖ്താബ് ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ മാസമാണ് ഈ മാസം. ആ മഹാനവറുകളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. അവിടുത്തെ ഉമ്മ എങ്ങനെയാണ് വളർത്തിയത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പഠിക്കാൻ കഴിയും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മക്കളെ വളർത്തുമ്പോൾ അതിൻ്റെതായ മര്യാദകളോടുകൂടി വളർത്തണം. പഴയ ആൾക്കാർ പറയും വൈകുന്നേര സമയമായാൽ കുട്ടികളെ പുറത്തു വിടാൻ പാടില്ല, അല്ലേ? അത് ഉമ്മ പിള്ളത്തെ ആരകേക്ക. പണ്ടത്തെ ആൾക്കാർ പറയും കുട്ടികളെ പുറത്തേക്ക് എന്ത് വൈകുന്നേര സമയമായ പുറത്തു വിടാൻ പാടില്ല. മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുന്നു, ഫകഫൂ സിബിയാനകും ഫഇന്നഹാ സഅതു തൻതശിറു ഫീഹി സിയാബ്. മഹാനവറുകൾ അവിടെ നിന്ന് പറയുകയാണ്, വൈകുന്നേര സമയമായാൽ നിങ്ങളുടെ കൊച്ചുമക്കളെ നിങ്ങൾ പുറത്തേക്ക് വിടല്. മാതാപിതാക്കള് നല്ലതുപോലെ പഠിക്കേണ്ട കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറിയ മക്കളുണ്ടല്ലോ, ആ മക്കളെ നിങ്ങൾ വൈകുന്നേര സമയം 6 മണി കഴിഞ്ഞാൽ ആ മഗ്‌രിബിന്റെ സൂര്യൻ അസ്തമിക്കുന്ന സമയമുണ്ടല്ലോ, മഗ്‌രിബിന്റെ സമയം കടന്നു വരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾ ചെറിയ കുട്ടികളെ നിങ്ങൾ പുറത്തു വിടല്ലേ. അതേ കാരണമെന്നറിയുമോ? ശൈത്താൻ ഇറങ്ങുന്ന സമയമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ 12 മണിക്കൂർ ഓടി നിൽപ്പുണ്ട്. എന്താ പറഞ്ഞേ? മഗ്‌രിബിന്റെ സമയം അല്ലേ? ആ മഗ്‌രിബിന്റെ സമയമാകുമ്പോ ശൈത്താൻ ഇറങ്ങുന്ന സമയമാ. ആ സമയത്ത് കൊച്ചുകുട്ടികളെ നിങ്ങൾ വെളിയിലേക്ക് ഇറക്കി വിടരുത്. മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ അപ്പോഴാ ഇറങ്ങണത്. നമ്മളാ മഗ്‌രിബിന്റെ സമയമാകുമ്പോഴാ കുടുംബസമേതം ഇങ്ങോട്ട് ഇറങ്ങാം. പണ്ട് മഗ്‌രിബിന്റെ സമയമായ കിളികൾ കൂട്ടി കയറണ പോലെ എല്ലാം വീടിന്റെ അകത്ത് കയറും, നമ്മളപ്പോ പുറത്തിറങ്ങും. പണ്ടത്തെ കാലം അങ്ങനല്ല, എല്ലാത്തിനും അടിച്ചു കയറ്റും. ഇന്നത്തെ കാലം വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, തൻ്റെ മക്കൾക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ. മകൻ പറയാ, എനിക്ക് നല്ല ഒരു ഉമ്മയില്ല, എനിക്ക് നല്ല ഒരു പേരില്ല, എൻ്റെ വാപ്പ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് പോലും എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരൊറ്റ വാചകം പോലും എന്റെ വാപ്പ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആദ്യമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ നിന്ന് പഠിപ്പിക്കണം. അവിടെ നിന്ന് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി ഒരുത്തന്റെ അവസാന വാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ 1000 കൊല്ലം ജീവിച്ചു. അവൻ 1000 കൊല്ലം ജീവിച്ചു. എന്നാലും അവൻ അള്ളാഹുവിന്റെ മുന്നിൽ പാപങ്ങളില്ലാത്ത രീതിയിൽ അവൻ ചെല്ലുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവന്റെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ മുഴുവനും അവന്റെ കുടുംബം അങ്ങ് തിന്നുകയാണ്, അവന്റെ ഭാര്യ സന്താനങ്ങൾ തിന്നുകയാണ്, അവന്റെ കൂടപ്പിറപ്പുകൾ തിന്നുകയാണ്. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതിന് അവന്റെ കുടുംബത്തിലെ 5 പെണ്ണുങ്ങൾ തടയുമെന്ന മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിച്ചു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഞാനും നിങ്ങളും വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചെലവിന് കൊടുക്കുന്ന നമ്മുടെ ഭാര്യയുണ്ടല്ലോ, കിടപ്പറയിൽ നമ്മുടെ കൂടെ കിടക്കുന്ന ഭാര്യയുണ്ടല്ലോ, അള്ളാഹുവേ, ആ ഭാര്യ ഒരു
ഒരു സാലിഹത്തായ പെണ്ണാണോ എന്ന് നിനക്ക് തിരിച്ചറിയണോ. നിന്റെ ഭാര്യ ഒരു സാലിഹത്തായ പെണ്ണാണോ, അല്ലാഹു ഇഷ്ടപ്പെട്ട പെണ്ണാണോ, ആ പെണ്ണിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 7 അടയാളങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞല്ലോ, ഈ 4 അങ്ങനെയുള്ള ഒരു പെണ്ണിനെ ഏതെങ്കിലും ഒരു മനുഷ്യന് കിട്ടിയാൽ, സാലിഹത്തായ ഒരു പെണ്ണിനെ ഒരാണിന് കിട്ടിയാൽ അവൻ ഭാഗ്യവാനാണ്, അവൻ രക്ഷപ്പെട്ടവനാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, സ്വാലിഹത്തായ ഭാര്യയുടെ അടയാളം എന്താ? സാലിഹത്തായ ഭാര്യയുടെ അടയാളം എന്താ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ. ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? ഇദാ നളറ ഇലൈഹാ, റസൂല് പറയുകയാണ്, ആ പെണ്ണങ്ങാണം തന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയാൽ ഭർത്താവിന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും മാറുകയാണ്, സർവ്വവേദനകളും മാറുകയാണ്, സർവ്വ ദുഃഖങ്ങളും മാറുകയാണ്. ആ പ്രിയപ്പെട്ടവളുടെ മടിത്തട്ടിലൊന്ന് പോയി കിടന്നാൽ പടച്ചവനെ എല്ലാ ടെൻഷനും മാറുകയാണ്. എന്തൊരു സന്തോഷമെന്നറിയുമോ, എന്തൊരു സമാധാനമെന്നറിയുമോ. ഭാര്യയുടെ ചിരി കണ്ടു കഴിഞ്ഞാൽ ഭർത്താവിന് സമാധാനമാണ്. വീട്ടിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ജീവിതം സന്തോഷമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. പടച്ചവരെ, അങ്ങനെ ഏതെങ്കിലും ഒരു ഭർത്താവിന് സന്തോഷം തോന്നുന്നുണ്ടോ? നിന്റെ ഭാര്യയുടെ പുഞ്ചിരി കാണുമ്പോ, നിന്റെ ഭാര്യയുടെ മുഖം കാണുമ്പോ അല്ലാഹുവേ നിനക്ക് സമാധാനമുണ്ടോ? നിനക്ക് സന്തോഷമുണ്ടോ? നിന്റെ ടെൻഷൻ മാറുന്നുണ്ടോ? നിന്റെ പ്രയാസം മാറുന്നുണ്ടോ? നിന്റെ ഭാര്യയോട് നിന്റെ മനസ്സ് തുറന്ന് സർവ്വകാര്യങ്ങളും പങ്കുവെക്കണമെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നിന്റെ ഭാര്യ ഒരു സ്വാലിഹത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. സ്വാലിഹത്തായ പെണ്ണിന്റെ ഒന്നാമത്തെ അടയാളം അതാണ്. ഒന്നാമത്തെ അടയാളം, ഭർത്താവ് തന്റെ രഹസ്യവും പരസ്യവും എല്ലാ കാര്യവും ഭാര്യയോട് പറയുന്നുണ്ട്. അങ്ങനെ ജീവിക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പടച്ചവനെ, ഭാര്യയും ഭർത്താവും കൂട്ടുകാരെ പോലെ, ഫ്രണ്ട്സുകളെ പോലെ പടച്ചവനെ തമാശകൾ പറഞ്ഞ് രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുകയാണ്. പടച്ചവനെ, ഭാര്യ വീടിന്റെ കവാടത്തിൽ കാത്തു നിൽക്കുകയാ, ഭർത്താവ് വരുന്നത് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നല്ലോ. ഭർത്താവ് താമസിച്ചാൽ വീടിന്റെ കവാടത്തിൽ തന്റെ ഭർത്താവിനെ കാത്തു നിൽക്കുന്ന ഭാര്യ, പടച്ചവനെ, ഭർത്താവ് വരാതെ ഭക്ഷണം കഴിക്കൂല, ഭർത്താവ് കഴിക്കുന്ന പാത്രത്തിലെ ഭക്ഷണം കഴിക്കൂ. അങ്ങനെ കുടുംബജീവിതം നയിച്ചിരുന്ന നിന്റെ വാപ്പയെയും ഉമ്മയെയും മറന്നുപോയി. പഴയ തലമുറയിലെ മാതാപിതാക്കൾ പ്രായം ചെന്നവരാണെങ്കിലും എന്തൊരു സ്നേഹമെന്നറിയുമോ, എന്തൊരു സ്നേഹമെന്നറിയുമോ. ഭർത്താവ് കടിച്ച പാത്രത്തില് എന്തിന് എന്റെ വാപ്പ അല്ലെങ്കിൽ നിങ്ങളുടെ വാപ്പ, നിങ്ങളുടെ വാപ്പ കടിച്ചിട്ട് വെച്ച പാത്രത്തിലെ ഉമ്മ ഭക്ഷണം കഴിക്കൂ. കാരണം പടച്ചവനെ, ഒരൽപ്പം ഭക്ഷണം അവർ പാത്രത്തിൽ വെക്കുമായിരുന്നു. ഇനി അവർ രണ്ടുപേരും ഒറ്റയ്ക്കാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, പഴയ വീടുകളിൽ ഒരു വലിയ പാത്രം കാണാ, അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കൂ, അവര് കുടുംബസമേതം ഒരുമിച്ച് ഭക്ഷണം കഴിക്കൂ. അങ്ങനെ കഴിച്ചതിലൂടെ ഉണ്ടാകുന്ന നേട്ടം എന്തെന്നറിയുമോ? ഒരുമിച്ച് ഭക്ഷണം കഴിക്കണ്, ഒരു പാത്രത്തില് ഭക്ഷണം കഴിക്കണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചാ അല്ലാഹു ആ ഭവനത്തിൽ ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ വീട്ടിലൊരു വലിയ പാത്രം വാങ്ങണേ, നിങ്ങൾ വീട്ടിലൊരു വലിയ പാമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേ. ഒരേ പാത്രത്തിൽ ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാൽ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന 3 പ്രതിഫലം പറഞ്ഞു തരാ. അല്ലാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. കുടുംബസമേതം ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ അല്ലാഹു ആ കുടുംബത്തിന് 3 പ്രതിഫലം കൊടുക്കും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കഴിക്കൂലേ? കഴിക്കൂലേ? ഞാൻ തെളിവ് സഹിതം പറഞ്ഞുതരാം, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ ജീവിതം മാത്രം എടുത്തു നോക്കിയാൽ മതി, വേറെ ആരുടെയും ജീവിതം വേണ്ട. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ വീടുകളിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ വീടുകളിലില്ല.
ഈ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടുകളിൽ അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യല്ലേ? ഇവിടെ പണ്ടുള്ള ഒരു 15 വർഷം 20 വർഷം ബാക്കിലോട്ട് ചിന്തിക്ക്. എവിടെയാ ദാരിദ്ര്യം പറയണേ? എവിടെയാ ദാരിദ്ര്യമുള്ളത്? ഏതെങ്കിലും ആപ്പ ഓ എന്റെ മോളെ കെട്ടിക്ക്, എങ്ങനെ കെട്ടിക്കും, ടെൻഷൻ അടിച്ചിട്ടുണ്ടാ ഉണ്ടോ മനുഷ്യ? ഇന്ന് നിനക്ക് ആകെ 2 എണ്ണേ ഉള്ളൂ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൾ, ഒരു ചെറിയ മകളെ ഉള്ളൂ. നീ ഇപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെ കെട്ടിക്കും, എങ്ങനെ കെട്ടിക്കും, എങ്ങനെ കെട്ടിക്കും. നിന്റെ ടെൻഷൻ അതാ അല്ലേ? വീട് നന്നാക്കണം, അത് റെഡിയാക്കണം, ഇത് എന്തോ ജോലിയില്ല, കൂലിയില്ല, എന്റെ മോളെ എങ്ങനെ കെട്ടിക്കും. നിന്റെ അത്തായിക്ക് ഇത് വല്ല ചിന്ത ഉണ്ടായിരുന്നോ? അത്തായിക്ക് 5 എണ്ണം ഉണ്ടായിരുന്നല്ലോ. നിന്റെ സഹോദരിമാർ 5 പെങ്ങന്മാരുണ്ടായിരുന്നല്ലോ, 6 എണ്ണം ഉണ്ടായിരുന്നല്ലോ. നിന്റെ വാപ്പ ഏതെങ്കിലും പള്ളിയുടെ ലെറ്റർ പേഡും കൊണ്ട് വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് എരന്നിട്ട കെട്ടിട്ട് ഏത് വാപ്പായ പണ്ട് പിരിവിന് പോയിട്ടുള്ള നിങ്ങൾ പറ. ഇത് വിട്ടായിരിക്കണോ ഉള്ളത് ചോദിക്കുമ്പോ നിങ്ങളൊരു 10-25 കൊല്ലം എന്റെ കാലം കഴിഞ്ഞ് എന്റെ പൊട്ട ഒരു 30 കൂടി ബാക്കിലോട്ട് ചിന്തിക്ക്. ഏത് പള്ളിയുടെ ലെറ്റർ പേഡും കൊണ്ടാ ഇവിടെ നിന്ന് അങ്ങനെ എഴുതി കൊടുത്തേക്കില്ലല്ലോ. അല്ലാഹു അഅലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പള്ളിയുടെ കൊച്ചിനെ ഉണ്ടെന്നേ. ചില മക്കൾ പെണ്ണിനെ കെട്ടിച്ച് 2 മക്കളുമായി ഇപ്പോഴും പിരിവ് നടത്തുന്നവരുണ്ട്. ഇപ്പോഴും പിരിവ് നടത്തുന്നവരുണ്ടപ്പാ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ പാപങ്ങളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്റെ പ്രിയ പന്ന ഒരു 10-25 കൊല്ലം മുമ്പ് ആര് പിരിവെടുത്തിട്ട അത് അല്ലാഹു അടച്ചവനറിയാ. അല്ലാഹു നോക്കിക്കൊള്ളതൊക്കെ. ഇതിന് ഈമാനാപ്പ ഒരു വിശ്വാസം. പാകേറിയ റബ്ബിനറിയാൻ സിഗതരാൻ. എന്റെ ഭാര്യ ആരാണെന്ന് അല്ലാഹു ഞാൻ ജനിച്ചപ്പെട്ട റബ്ബ് തീരുമാനിച്ചിട്ടില്ല എന്റെ ഭാര്യ ആരാണെന്ന്. ഞാൻ എത്രാമത്തെ വയസ്സിൽ പെണ്ണ് കെട്ടുവന്ന്. പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ന് വീടുണ്ടെങ്കിലേ കെട്ടത്തുള്ളൂ. ഇന്ന് വീടുണ്ടെങ്കിലേ കെട്ടും. ഇവിടെ അത്ത കെട്ടിയത് വീടുണ്ടായിട്ടാ പറ. എന്റെ അത്ത കെട്ടിയത് എന്റെ വാപ്പ എന്തായാലും വീടുണ്ടായിട്ടല്ല, ഉമ്മാനെ കെട്ടിയിട്ട് പാലക്കാട്ട് പോയി കെട്ടിയിട്ട് വീട്ടിൽ വന്നിട്ട് വീടൊക്കെ ഉണ്ടാക്കിയത്. ഇത് സന്തോഷമില്ലേ? അൽഹംദുലില്ലാ. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. അവിടെ ഉമ്മ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു ആഫിയത്ത് ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഇവിടെ ചിന്തിച്ചാൽ മതി. അല്ലാഹു പടച്ചവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊന്നുമോളെ കെട്ടിച്ചു കൊടുത്ത ആർക്കാ അറിയായിരുന്നു? നിങ്ങൾ കമ്പാനിയായിരുന്നു അറിയാതെ നിങ്ങൾ അല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താ എല്ലാവരും പണക്കാർ കെട്ടിച്ചു പാവപ്പെട്ടവര്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഉസ്താദ് അതിപ്പോ എങ്ങനെ ഉസ്താദ്? അല്ലാഹുക്ക് അറിയാതെ നേരെയാക്കാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കൂട്ടത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്ന 1ാമത്തെ നേട്ടം അല്ലാഹു ആ വീട്ടിൽ ബർക്കത്ത് ചെയ്യും. അത് മതി. ബർക്കത്ത് കിട്ടിയ രക്ഷപ്പെട്ടു. ദുനിയാവിൽ രക്ഷപ്പെട്ടു, ആഖിറവും രക്ഷപ്പെട്ടു. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. 2 മനസ്സുകൾ തമ്മിൽ ബന്ധവും സ്നേഹവും ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലേ? എടാ അവൻ എന്റെ കൂടെ പുറപ്പു, നീ പോടാ. അല്ലേ? പണ്ടൊക്കെ പറയുമായിരുന്നു, ആര് പറഞ്ഞാൽ എടാ അവ എന്റെ രക്തോടാ, എന്റെ കൂടെ പുറപ്പെടാ. ഇപ്പോ നിന്റെ പണി അല്ലേ? സഹോദരങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു പണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ മാനസികമായിട്ട് ഒരു തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ ഭാര്യ ചിന്തിക്കുന്ന എത്തിക്കാനെ ഞാൻ എങ്ങനെ ചതിക്കും പഠിച്ചു. അല്ല പിന്നെ അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തയ്ക്ക് അവരിയായി എന്റെ ഭർത്താവിനെ ഞാൻ എങ്ങനെ വഞ്ചിക്കും. എന്റെ ഭാര്യ എങ്ങാണ് ഇത് അറിഞ്ഞ അവിടെ നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചു പോലോ. സ്നേഹബന്ധം ഉണ്ടായിരുന്നു സഹോദര കൂടപ്പുറപ്പുകൾ. ഇന്ന് ഒരു മതിലിനക്കരെ ഇക്കരെ ഒരു വീടിന്റെ അകത്ത് യുദ്ധം നടക്കുന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും വലിയ ശത്രു ആരാ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്നോട് ഏറ്റവും വലിയ അസൂയ എന്റെ അയൽവാസിക്കാണെന്ന്. അത് നമ്മൾ കരുതിയിരിക്കണേ. അല്ല, ഏറ്റവും കൂടുതൽ അസൂയ ആർക്കാ? അയൽവാസിക്കല്ല. അയൽവാസിക്കല്ല നമ്മളോട് ഏറ്റവും കൂടുതൽ അസൂയ തോന്നുന്നത്. തെളിവ് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോട് ഏറ്റവും കൂടുതൽ അസൂയ തോന്നുന്നത് നമ്മുടെ കൂടപ്പുറപ്പിനാ. പിന്നെ നാട്ടുകാർക്ക് തോന്നും. നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് ആ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. സൂറത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അല്ലാഹു പറയുന്നുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം വാപ്പാടെ അടുക്ക പോയിട്ട് പറഞ്ഞു, വാപ്പാ ഞാനൊരു സ്വപ്നം കണ്ടേട്ടാ, എനിക്കിങ്ങനെ സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു. യാക്കൂബ് നബി അലൈഹിസ്സലാം മോനോട് പറഞ്ഞു കൊടുത്തു, മോനെ നീ ആരോടും പറയണ്ട, കാക്കാമാരോടൊന്നും പോയി പറയണ്ടട്ടാ, നിന്റെ സഹോദരങ്ങളോടൊന്നും പോയി നീ പറഞ്ഞു കൊടുക്കണ്ട. യൂസുഫ് നബി അലൈഹിസ്സലാം കുട്ടിയാ പോയി പറഞ്ഞു കൊടുത്തു. അവസാനം ഉണ്ടായതെന്തേ? പൊട്ടക്കടത്തിലിട്ട് കൊല്ലാൻ നോക്കിയത് ആ കൂടപ്പുറപ്പുകളായിരുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഏറ്റവും കൂടുതലില്ലേ അവന് മാത്രം എങ്ങനായി ഞാൻ ഇങ്ങനായോ മോന് അറബി എത്തിക്കാനാക്കിയതാ നമുക്ക് കൈയിട്ട് വാരിയതാ എന്തിനാ? അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, സന്തോഷം. എന്നെക്കാളും വലിയ വീട് അവനെക്കാളും വലിയ വീട്. എത്രയൊക്കെ ആണെങ്കിലും എത്ര വലിയ വീട് വെച്ചാലും കുടുംബ വീട്ടിൽ കിടന്നാൽ കിട്ടുന്നൊരു സുഖം വേറെ എങ്ങും കിട്ടില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉള്ള കാര്യമല്ലേ? അതാണ് കുടുംബ വീട്ടിൽ
പോയി ഒന്ന് കടന്നാൽ മതി. എന്ത് ബർക്കത്തെന്നറിയോ? ആ ബർക്കത്ത് ഉണ്ടാകാനുള്ള കാരണം എന്താ? എൻ്റെ അമ്മായി അമ്മയോടുള്ളതുകൊണ്ടാണ്. ആ പ്രായമുള്ളവർ ആ വീട്ടിൽ ഉള്ളത് കൊണ്ടാണ് ആ വീട്ടിൽ ബർക്കത്തുള്ളത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകുന്ന നേട്ടം എന്തുണ്ടാകും? സ്നേഹബന്ധം ഉണ്ടാകും. കൂടപ്പുറപ്പുകൾ തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിലൊരു ബന്ധം. ഇന്ന് അല്ലാഹുവേ പടച്ചവനെ, ഇന്ന് ഭർത്താവ് തന്റെ പാത്രത്തിൽ ഭാര്യ കൈവെക്കോ? നിങ്ങൾ ഇന്നൊന്ന് പോയി നോക്കണം. ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് എന്റെ വയത് കേൾക്കണ ഓരോ ലൈവ് കേൾക്കണ ഓരോ ഭർത്താവും ഓരോ ഉമ്മയും നിങ്ങൾ ചിന്തിക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ നീ കഴിച്ച പാത്രത്തിൽ ഒത്തിരി ചോറ് വെച്ചിട്ട് ആമിനാക്കി കൊടുത്തു വെക്കും. ആമിനെ പതുക്കെ എടുത്തുകൊണ്ട് പോയി തട്ടാൻ. എന്തിന്? നമ്മുടെ ഉമ്മ, അള്ളാഹു നമ്മുടെ ഉമ്മയ്ക്ക് മരണപ്പെട്ടവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാണ്. ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കും. ഉമ്മ ഇങ്ങനെ പണ്ട് ഒരു ചെറിയ ഒരു കലത്തിനകത്ത് കെട്ടിട്ട് കുലുക്കും, ഇങ്ങനെ കൈയിട്ടം കെട്ടി കുഴയ്ക്കും. സാമ്പാറും തൈരും എല്ലാം കൂടെ ഒരു സിമെന്റ് കുടയ്ക്കണ പോലെ, ഇപ്പൊ മിസ്സി കുടയ്ക്കണ പോലെ ഉമ്മ അങ്ങോട്ട് കൈയിട്ടൊരു കുഴ കുഴച്ചിട്ട് ഇങ്ങോട്ട് മാറിയിട്ട് പൊടിച്ചെല്ലും വാരി തിന്നാൻ. ഇന്ന് നിങ്ങൾ വീട്ടിൽ പോകുക, ക്ലാസ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് രാത്രി ചോറിടാൻ നേരത്ത് അൻസാരി എണ്ണൻ ചോറിനകത്തോട്ട് കൈയിട്ട കൊണ്ട് കുഴയ്ക്കുക. എല്ലാം കൊണ്ട് കുഴച്ചിട്ട് അൻസാരിയുടെ മോനാ മോളാ ഉള്ളേ? ആ മോൻ 22 പോട്ടെ. വീട്ടിൽ പോയിട്ട് 22 വേണ്ട, ഒരു 5 or 6 വയസ്സുള്ള മുഖന്റെ വെച്ചിട്ട് ഇങ്ങനെ ചോറും കൊണ്ട് കുഴിച്ചിട്ട് വാടാ മോനെ വാരിത്തരാം, 40 തിന്നോ. കാരണം അത് വേസ്റ്റാ. ഒരാൾ തിന്നതിന്റെ ബാക്കി തിന്നാൻ പാടില്ലല്ലോ. അവൻ എങ്ങനെയാ വാപ്പ പഠിപ്പിച്ച് വെച്ചിരിക്കണം, പിന്നെ എങ്ങനെ നേരെയാവാനാ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാ അവസ്ഥ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ തമാശക്ക് പറഞ്ഞതല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ ആ വീടിൻ്റെ അകത്ത് മനസ്സുകൾ തമ്മിലൊരു ബന്ധമുണ്ടാകും, സ്നേഹബന്ധം ഉണ്ടാകും. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. 3, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമതായിട്ട് അല്ലാഹു ആ വീട്ടിൽ ബർക്കത്ത് നൽകുകയാണ്. 2 മനസ്സുകളെ തമ്മിൽ സ്നേഹബന്ധം ഉണ്ടാവുകയാണ്. 3ാമത്തെ കാര്യം എന്തെന്നറിയുവോ? അല്ലാഹു അവരുടെ ഹൃദയത്തിന്റെ അകത്ത് ശത്രുത കൊടുക്കൂല. ആ വീട്ടുകാരുടെ ഹൃദയത്തിന്റെ അകത്ത് ശത്രുത കൊടുക്കൂല. പടച്ചവനെ, ഇന്നില്ലാതെ പോയതും അത് തന്നെയാണ്. ഏറ്റവും വലിയ ശത്രു നാട്ടതുവതാ സ്വന്തം കൂടപ്പുറപ്പാട്. മരിച്ചാലും കേറില്ലടാ, മരിച്ചാലും നീ എന്റെ വീടിന്റെ അകത്ത് കേറാൻ പാടില്ല എന്ന് കൂടപ്പുറപ്പുകൾ പറയുമ്പോ, ഒരേ വീടിന്റെ അകത്ത് തന്നെ 2 ഭക്ഷണം വെക്കുന്ന അവസ്ഥ, 2 അടുക്കള വെക്കുന്ന അവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങൾ മറന്നു പോകരുത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരികയാ, അതുകൊണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാ അല്ലാഹു ദുനിയാവിൽ കൊടുക്കുന്ന പ്രതിഫലം 1, അല്ലാഹു ആ വീട്ടിൽ ബർക്കത്ത് ചെയ്യുകയാണ്. 2 മനസ്സുകൾ തമ്മിൽ സ്നേഹബന്ധം കൊടുക്കുകയാണ്. 3 ആ വീടിന്റെ അകത്ത് നിന്ന് ശത്രുത അല്ലാഹു മാറ്റുകയാ. 4 ഇബ്ലീസ് അവരുടെ മുന്നിൽ പരാജയപ്പെട്ടു പോവുകയാണ്. ഇബ്ലീസിന് ആ വീടിന്റെ അകത്ത് സ്ഥാനമില്ല. ഇബ്ലീസിനും തന്റെ മക്കൾക്കും കൈയിട്ട് കഴിക്കാനുള്ള അവസരമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ചുറപ്പിന്റെ സ്വർഗത്തിലും അവർ ഒരുമിച്ച. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, സാലിഹത്തായ പെണ്ണിന്റെ 1ാമത്തെ അടയാളം എന്തെന്നറിയുവോ? അവളുടെ മുഖത്ത് നോക്കിയാൽ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരമായി, അവിടെ നിന്ന് സമാധാനമായി. ഏത് വേദനയും എത്ര വലിയ പ്രയാസവും ഭാര്യയൊന്ന് തലയിൽ കൈവച്ചിട്ട് പോട്ടയിക്ക ഞാനുണ്ടല്ലോ എന്ന ഒരൊറ്റ വാക്ക് മതി മോനെ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയാണ്. 2 സ്വാലിഹത്തായ പെണ്ണിന്റെ 2ാമത്തെ അടയാളം എന്താ? റസൂലുള്ളാഹി പറയുകയാണ്, വൈദാ അമറഹാ, ഭർത്താവ് ഏതെങ്കിലും ഒരു കാര്യം തന്റെ ഭാര്യയോട് കൽപ്പിച്ചാൽ, പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട, വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, മതിയെന്ന് പറഞ്ഞാൽ മതി. തന്റെ ഭർത്താവ് ഒരു നല്ല കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ, പടച്ചവനെ, എന്റെ ഭർത്താവാണല്ലോ, എന്റെ ഭർത്താവിന്റെ പൊരുത്തമില്ലെങ്കിൽ എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗമില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ലോകത്ത് അല്ലാഹുവിന്റെ മുന്നിലല്ലാതെ മറ്റാരെങ്കിലും മുന്നിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു കൽപ്പിക്കുമായിരുന്നെങ്കിൽ, ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും ഓർമ്മപ്പെടുത്തിയെങ്കിൽ, തന്റെ ഭർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്ന ഭാര്യ എവിടെ പോയാലും ഭർത്താവിന്റെ അനുവാദമില്ലാതെ പോകില്ല. വീടിന് പുറത്തിറങ്ങണോ, തന്റെ ഭർത്താവിന്റെ പൊരുത്തം അത് 15 വയസ്സുള്ള 20 വയസ്സുള്ള ഭാര്യയാണെങ്കിലും 55 വയസ്സുള്ള ഭാര്യയാണെങ്കിലും
ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ വീടിന്റെ വെളിയിലിറങ്ങില്ല, ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തിറങ്ങൂല, ഭർത്താവിന്റെ മുന്നിൽ കയർത്തു സംസാരിക്കില്ല, ഭർത്താവിനോട് ദേഷ്യപ്പെടില്ല. പടച്ചവനെ, ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ്, അങ്ങനെ ഒരു ഗുണം നിന്റെ ഭാര്യക്കുണ്ടോ? അവള് സ്വാലിഹത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതിന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഖദീജയെ കുറിച്ച് പഠിക്കണം പെണ്ണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ സ്വർഗ്ഗത്തിലൊരു മുത്തിന്റെ കൊട്ടാരമാ. ഒരാൾ പോലും അടുത്തേക്ക് പോകാൻ കഴിയാത്ത, ഒരു ശല്യവും ചെയ്യാത്ത മനോഹരമായ ഒരു കൊട്ടാരം അല്ലാഹുവേ ഖദീജയ്ക്കുണ്ട്. എന്തിനാ അല്ല ഇത് കൊടുക്കുന്നതെന്നറിയുമോ? 25 കൊല്ലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ചിട്ട്, 25 വർഷക്കാലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചു. ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. ഭർത്താവിനെക്കാളും 15 വയസ്സ് കൂടുതലാ. ഭർത്താവിനെക്കാളും 15 വയസ്സ് കൂടുതലുള്ള ഖദീജ 25 കൊല്ലം ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ മുന്നില് പടച്ചവരെ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. അല്ലാഹുവേ, അപ്പൊ പെണ്ണുങ്ങൾ പറയും പ്രവാചകനായത് കൊണ്ടല്ലേ? അല്ല പെങ്ങള്, 25-ാമത്തെ വയസ്സിലാണ് അല്ലാഹുവിന്റെ പ്രവാചകന് ഖദീജയെ വിവാഹം കഴിച്ചത്. പ്രവാചകന് നുബൂവത്ത് കിട്ടിയത് എപ്പോഴെന്നറിയുമോ? 40-ാമത്തെ വയസ്സിലാ. 40-ാമത്തെ വയസ്സിലാ മുത്തുനബിക്ക് നുബൂവത്ത് കിട്ടിയത്. അപ്പൊ പ്രവാചകനായിരുന്നില്ല. ആ 25 കൊല്ലത്തിന്റെ ഇടയിൽ ഭർത്താവിന്റെ മുന്നിൽ ശബ്ദമുയർത്തിയിട്ടില്ലാത്തത് കാരണം അല്ലാഹു സ്വർഗത്തിൽ ആരും ചെല്ലാത്ത ഒരു മുത്തിന്റെ കൊട്ടാരം കൊടുക്കുമെന്ന് മുത്തുനബി പറയുമ്പോ, പെങ്ങളെ, ഭർത്താവിനെ അനുസരിച്ചാ നിനക്ക് സ്വർഗമുണ്ട്, നിനക്ക് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളുണ്ട്. അങ്ങനെ അനുസരിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? നീ സ്വാലിഹത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, മൂന്നാമത്തെ പെണ്ണാരെന്നറിയോ? സ്വാലിഹത്തായ പെണ്ണിന്റെ മൂന്നാമത്തെ അടയാളം എന്തെന്നറിയോ? മുത്തുനബി പറയുകയാ, ഭർത്താവിനെ ചതിക്കാത്ത പെണ്ണാ. ഭർത്താവിന്റെ അസാന്നിധ്യമുണ്ടല്ലോ, ഭർത്താവ് കച്ചവടത്തിന് പോയി, ഭർത്താവ് ഗൾഫിൽ പോയി, ആ സമയത്ത് ഒറ്റയ്ക്ക് തന്റെ മക്കളുമായി 2 നിലയുള്ള വീടിന്റെ അകത്ത് ഒറ്റയ്ക്ക് കഴിയുമ്പോഴും പടച്ചവരെ തന്റെ ഭർത്താവിനെ വഞ്ചിക്കാത്ത പെണ്ണുണ്ടല്ലോ, തന്റെ ഭർത്താവിന്റെ സമ്പാദ്യം സൂക്ഷിക്കുന്ന പെണ്ണുണ്ടല്ലോ, തന്റെ ഭർത്താവിന്റെ അഭിമാനം സൂക്ഷിക്കുന്ന പെണ്ണുണ്ടല്ലോ, അവള് സ്വാലിഹത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പടച്ചവനെ, ചില ഭർത്താവിന്റെ മുന്നിലെങ്ങാളും ഭാര്യയെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞ ഭർത്താവ് പറയും, എന്റെ ഭാര്യ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ആരെങ്കിലും തന്റെ ഭാര്യയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ പറയും, എന്റെ ആമിനായോ, ഞാൻ വിശ്വസിക്കൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യ എങ്ങനാ? തന്റെ ഭർത്താവ് നാട്ടിലില്ല, തന്റെ ഭർത്താവിന്റെ സമ്പത്തും തന്റെ ശരീരവും സൂക്ഷിക്കുന്ന പെണ്ണ് നമ്മുടെ ഭാര്യ അങ്ങനത്തെ ഒരുത്തിയാണെങ്കിൽ, ഒരിക്കലും നമ്മളെ ചതിക്കാത്ത ഒരു പെണ്ണാണ് നമ്മുടെ ഭാര്യയെങ്കിൽ, അള്ളാഹു അവള് സ്വാലിഹത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ഉറച്ച വിശ്വാസം. എന്റെ ഭാര്യ ആരെയും ഫോൺ വിളിക്കൂല, എന്റെ ഭാര്യ ആർക്കും മെസ്സേജ് എഴുതൂല, എന്റെ ഭാര്യ ഒരിക്കലും എന്നെ വഞ്ചിക്കില്ല, അങ്ങനൊരു വിശ്വാസം. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഭാര്യ അങ്ങനെ ആകണം. തന്റെ ഭർത്താവിന്റെ സമ്പാദ്യം സൂക്ഷിക്കുന്ന പെണ്ണ്, അല്ലാതെ വിളിച്ചു പാത്തോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കല്ല. ഭർത്താവ് അറിയാതെ എടുത്ത് അങ്ങോട്ട് കൊടുക്കുക, അങ്ങനൊന്നും കൊടുക്കാൻ പാടില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.